നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം CPMന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നുവെന്ന മകൻ വി.എ. അരുൺകുമാർ വ്യാഴാഴ്ച ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കുടുംബത്തിന്റെ ഈ തീരുമാനം അരുൺകുമാർ വ്യക്തമാക്കിയത്. പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതായി അരുൺകുമാർ സ്ഥിരീകരിച്ചു. ജനകീയ പോരാട്ടങ്ങളിലൂടെയും ദൃഢമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരളീയ സമൂഹത്തിനൊപ്പം സഞ്ചരിച്ച വി.എസിനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും എന്നും കരുത്താണെന്നും ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തോടുള്ള ആദരവായി കാണുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. എങ്കിലും ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി.എസ്. പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ വി.എസ്. എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. പിതാവിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കും ഒപ്പമായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ തീരുമാനമെന്ന് അരുൺകുമാർ വ്യക്തമാക്കി. ഏതൊരു പുരസ്കാരത്തെക്കാളും വലുത് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ വി.എസിനെ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചതിൽ കുടുംബം അതീവ സന്തുഷ്ടരാണ് എന്ന് വി.എ. അരുൺകുമാർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി നിലപാട് വിഷയത്തിൽ നിർണായകമാവുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ EMS നമ്പൂതിരിപ്പാടും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും മുമ്പ് പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചിട്ടുണ്ട്. വി.എസ്. ജീവിച്ചിരുന്നുവെങ്കിൽ പത്മവിഭൂഷൺ നിരസിക്കുമായിരുന്നുവെന്ന് CPM പറഞ്ഞു. ജനറൽ സെക്രട്ടറി M.A. ബേബി അഭിപ്രായപ്പെട്ടതോടുകൂടിയാണ് മനംമാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത്. ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവ് പാർട്ടികളിൽ ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സേവനങ്ങളെ പുരസ്കാരങ്ങളായി തരംതിരിക്കുന്നതിലെ രാഷ്ട്രീയ വിയോജിപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിന് പിന്നിൽ. വി.എസിന്റെ കാര്യത്തിലും കുടുംബം ഈ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഏതായാലും ഈ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഭാവിയിലെങ്ങാനും കിട്ടുകയാണെങ്കിലും ഇതേ നിലപാടത്തിന് തുടരണമെന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. എന്തായാലും കുടുംബത്തിന് വലിയ സന്തോഷമായിരുന്നു, കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അത് ഏറ്റുവാങ്ങണമെന്ന്. എന്നാൽ പാർട്ടിയുടെ തീരുമാനവും ഒപ്പം വി.എസ്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വാങ്ങില്ല എന്നുള്ള ആ ഒരു സംസാരമൊക്കെ വന്നപ്പോഴാണ് അവരും മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും ജനഹൃദയങ്ങളിൽ വി.എസ്. ഇരിക്കുന്ന ജനഹൃദയങ്ങളിൽ അവർക്ക് കൂടി ഒരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു പത്മവിഭൂഷൺ കിട്ടുന്നത്, പത്മ പുരസ്കാരം കിട്ടുന്നത്. പത്മ പുരസ്കാരം കിട്ടിയാലും ഇല്ലെങ്കിലും വി.എസ്. എന്നും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. എന്നാലും ചെറിയൊരു വേദനയുണ്ടെന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യുന്നത്.